സ്റ്റഡി ടേബിൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിഗേറ്റഡ് സ്നേക്ക് പ്ലാന്റ് ഉണ്ടാക്കിയാലോ? വളരെ കുറച്ച് എഫേർട്ടും ടൈമും മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ആദ്യമായി വേണ്ടത് ഇതുപോലൊരു വലിയ മാസ്കിംഗ് ടേപ്പാണ്. അതിൻ്റെ ഒപ്പം അല്പം കട്ടിയുള്ളൊരു വയറും. ഇനി നമുക്ക് പ്രൊസീജിയേഴ്സിലേക്ക് കിടക്കാം. ഇതിന് മുന്നേ ഞാനൊരു കോയിൻ പ്ലാന്റ് ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? സെയിം ആ ഒരു പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ കട്ട് ചെയ്യുന്നതിലും വയറിൻ്റെ ലെങ്ത്തിലും ഒക്കെ ഇച്ചിരി ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. ഈ ഒരു വയർ ഇതുപോലെ എടുത്ത് നമ്മുടെ ടേപ്പിൻ്റെ നടുവിലൂടെ തന്നെ ഇതുപോലെ വെച്ച് പേസ്റ്റ് ചെയ്ത് ടേപ്പ് ഒന്ന് മടക്കി കൊടുക്കുക, ഇതുപോലെ. എന്നിട്ട് ഇതിൻ്റെ അറ്റം വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത്രയും വലിയ ടേപ്പും വയറും ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് അതനുസരിച്ച് പ്ലാന്റിൻ്റെ വലിപ്പം കുറച്ച് കുറയുമെന്ന് മാത്രം. ഇനി നമുക്ക് ഈ ഒരു വയറും ഈ ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്കൊരു ലീഫ് കിട്ടി. ഇനി ലീഫിൻ്റേതായ ഷേപ്പിൽ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഈ ഒരു ഷേപ്പിനാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. രണ്ട് സൈഡും വെട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലൊരു 5-6 ലീവ്സ് കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കളർ ചെയ്തെടുക്കാം. ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കിനി വേരിഗേറ്റഡ് ആക്കി എടുക്കണമല്ലോ. അതിനു വേണ്ടി പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷ് നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം അതിന് ടിപ്പിൽ മാത്രം പെയിൻറ്റ് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയി കിട്ടും. ഇതുപോലെ തന്നെ എല്ലാ ലീവ്സും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് അധികം ലീവ്സ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇതുപോലെ പഴയ ഒരു പ്ലാസ്റ്റിക് പ്ലാന്റിൻ്റെ പോട്ട് ഇരിപ്പുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ കയ്യിൽ ഇരുന്ന് കുറച്ച് ക്ലേയും കൂടെ ഞാൻ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു പ്ലാന്റ് ഇറക്കി വെക്കാനായിട്ട്, ഈ ലീവ്സൊക്കെ ഇറക്കി വെക്കാനായിട്ട് കുറച്ചും കൂടെ ഈസിയാവും. അങ്ങനെ ലീവ്സ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഇവിടെ റെഡി. ഇതിന് ഒറിജിനൽ അല്ല എന്ന് ആരും അറിയും. വെള്ളം ഒഴിക്കേണ്ട, കെയറും ചെയ്യേണ്ട.